ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ പോരാട്ടത്തിൻ്റെ 23 വർഷമായി നടക്കുന്ന ഒരു വിചാരണയുടെ ഘട്ടമാണിന്ന്. ചെയ്യാത്ത കുറ്റത്തിന് നൂറുകണക്കിന് ആദിവാസികളെയായിരുന്നു തടവിലിട്ടിരുന്നത്. അതിൽ 4 പേർ മാത്രമാണ് ഒരു താൽക്കാലിക ശിക്ഷയ്ക്ക് വിധേയമായത്. ആ ശിക്ഷ പൂർണ്ണമായും ശരിവെക്കില്ല എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം ആദിവാസികൾക്ക് വേണ്ടി ആദിവാസികൾ നടത്തിയ ആദ്യത്തെ പോരാട്ടമായ മുത്തങ്ങ പ്രക്ഷോഭത്തിൽ അവർ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്നത് കോടതികൾ തെളിയിക്കും, ചരിത്രവും തെളിയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് വിഭാഗീയവും ഏകപക്ഷീയവുമായ ഒരു വിചാരണയുടെ ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന കുറ്റവിചാരണയും എല്ലാ ജയിൽവാസവും ഉൾപ്പെടെ. യഥാർത്ഥത്തിൽ നീതി കിട്ടേണ്ട ആദിവാസികളുടെ വിഷയം ഇനിയും അഭിസംബോധന ചെയ്യാൻ കിടക്കുകയാണ്. പ്രത്യേകിച്ചും മുത്തങ്ങ പോരാട്ടത്തിൽ കൊല്ലപ്പെട്ട ജോഗിയുടെ മരണം ഇനിയും അന്വേഷിക്കപ്പെട്ടിട്ടില്ല. ജോഗിയുടെ പേരുള്ള ഒരു കേസ് ഇപ്പോഴും ഒരു അനാഥജടം പോലെ നിൽക്കുകയാണ്, അവശേഷിക്കുകയാണ്. ആ അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടി ജോഗിയുടെ മരണം മാത്രമല്ല, മുത്തങ്ങ സമരത്തിൽ കൊല്ലപ്പെട്ട മറ്റ് ആദിവാസികളുടെയും ജയിലടക്കപ്പെട്ട കുട്ടികളുടെയും നൂറുകണക്കിന് ആദിവാസികളുടെയും പേരിൽ അവർക്കെതിരെ നടന്നിരുന്ന കുറ്റകൃത്യങ്ങൾ, വംശീയമായ ഒറ്റപ്പെടുത്തൽ, മർദ്ദനങ്ങൾ, ജയിൽവാസം, ഇതേ സംബന്ധിച്ചും തന്നെ യാതൊരു അന്വേഷണവും ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇത് വിഭാഗീയവും ഏകപക്ഷീയമായ ഒരു വിചാരണയാണ് 4 നൂറ്റാണ്ടായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഭരണാധികാരികൾ ആ തെറ്റ് തിരുത്തേണ്ട സമയമാണിപ്പോൾ. ഇതൊരു രണ്ടാം ജീവിക്കാനുള്ള സമരത്തിന് വേണ്ടിയുള്ള തുടക്കമായാണ് ഞങ്ങളുടെ ഈ ജയിൽവാസത്തിൻ്റെ സന്ദർഭം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ പുതിയൊരു പോരാട്ടത്തിൻ്റെ അധ്യായം കുറിക്കും. ഭൂമിക്ക് വേണ്ടിയുള്ള അതിവിപുലമായൊരു പ്രക്ഷോഭം കേരളത്തിൽ അരങ്ങേറും. കാരണം കേരളത്തിൽ ഒരു രണ്ടാം ഭൂപരിഷ്കരണം നടക്കാൻ പോവുകയെന്നാണ് കേരള സർക്കാർ, UDF സർക്കാർ വിമ്പിളക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ മുത്തങ്ങയിൽ നിന്നും കുടിയിറക്കപ്പെട്ട മുഴുവൻ ആദിവാസികളുടെയും ഭൂമിക്ക് വേണ്ടിയുള്ള അവകാശത്തിനും കേരളത്തിലെ ജാതിമത ഭേദമന്യേ മുഴുവൻ ആളുകളുടെയും വിശിഷ്യ ദളിത് വിഭാഗങ്ങളുടെ ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു പുതിയൊരു പോരാട്ടമുഖം ആരംഭിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് അറിയിക്കാനുള്ളത്. എന്തായാലും ജയ് ഭീം.